ഖാജാത്തങ്ങൾ നോക്കൂ നിങ്ങൾ, എന്തെല്ലാം സമ്പാദ്യമാണ്. അജ്മീർ ഖാജാത്തങ്ങൾ അവിടെ പോയി നോക്ക് നിങ്ങൾ. ലോകത്തിന്റെ നമ്മളെ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തങ്ങന്മാർ വരുന്നു, ആലിമീങ്ങൾ വരുന്നു, ഭരണാധികാരികൾ വരുന്നു, ഉമറാക്കൾ വരുന്നു, സാധാരണക്കാർ വരുന്നു, കണ്ണു കാണാത്തവർ വരുന്നു, കാലുകൊണ്ട് നടക്കാൻ വയ്യാത്തവർ വരുന്നു, വിധവകൾ വരുന്നു, ഭാര്യ ഭർത്താക്കന്മാർ വരുന്നു, നവദമ്പതികൾ വരുന്നു. സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ടോ അവരൊക്കെ ഖാജാത്തങ്ങളെ വരുത്തുന്നു. എന്തുകൊണ്ട്? അന്ത സുൽത്താനുൽ ഹിന്ദി വലിയുഹാ, ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ്. ആ രക്ഷാധികാരിയും ഭരണാധികാരിയുമായ മഹാനവറുകളുടെ ഹദറത്തിൽ എല്ലാവരും വരികയാണ്, അല്ലേ? എല്ലാവർക്കും കൊടുക്കാണ് ഖാജാത്തങ്ങൾ, എല്ലാവർക്കും കൊടുക്കാണ്. അല്ലാഹു റബ്ബി, എല്ലാവർക്കും കൊടുക്കാണ്, അല്ലേ? നിങ്ങളെന്താ ആവശ്യപ്പെട്ടത്? അതല്ലേ തരല്ലേ? രോഗം മാറാൻ പാടി പോണവരുണ്ട്, കുട്ടനെ കെട്ടിച്ചാൻ ഉദ്ദേശം വെച്ച് പോണവരുണ്ട്, അല്ലാഹു റബ്ബി കടം വീടാൻ ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട്, ഒരു സിഹറുണ്ട് അത് ബാത്തിലാകാൻ ഉദ്ദേശിച്ച് പോണവരുണ്ട്, ഒരു കണ്ണറുണ്ട് അത് ഒഴിവാക്കാൻ പോണവരുണ്ട്. ഏതെല്ലാം ഉദ്ദേശം വെച്ച് പോണ ഓൽക്കൊക്കെ കൊടുക്കാണ് ഖാജാത്തങ്ങൾ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യങ്ങൾ ചിലരൊക്കെ ഖാജാത്തങ്ങൾ അവിടെ പോയി കണ്ട് അവിടുത്തെ കുറ്റവും കുറവും കണ്ടെത്തി പറഞ്ഞു നടക്കുന്നതാണ് അവിടെ, അല്ലേ? അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇജ്ജ് അവിടെ നന്നാക്കാൻ പോയതോ അതോ ഇജ്ജ് നന്നാക്കാൻ പോയതോ? എന്തിനു പോയതേനി? ഡോക്ടറെ രോഗം പരിശോധിക്കാൻ പോയതാ അതോ എൻ്റെ രോഗം മാറാനാ? ഏതിനു പോയതാ? ഖാജാത്തങ്ങൾ അള്ളാന്റെ പ്രതിനിധിയാണ്. അള്ളാഹു തആല ഭൂമിയിൽ കണ്ടിരിക്കുന്ന രീതി എന്താ? കള്ളുടിക്കണവനും ഭക്ഷണം കൊടുക്കും, ചീട്ടെടുക്കണവനും ഭക്ഷണം കൊടുക്കും, വ്യഭിചാരിക്കും ഭക്ഷണം കൊടുക്കും, എല്ലാവർക്കും വായു, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വെള്ളം, എല്ലാവരോടും കൃപ. അതാണ് അള്ളാഹു തആല. ആ അള്ളാഹിന്റെ പ്രതിനിധിയാണ് ഖാജാത്തങ്ങൾ. അപ്പൊ ഖാജാത്തങ്ങൾ എത്തി എന്നാൽ ചെല്ലുന്നവർക്കൊക്കെ അവിടെ സ്വീകാര്യതയാണ്. എന്തുകൊണ്ട്? ഇത് ഭരണാധികാരിയാണ്, ഇത് രക്ഷാധികാരിയാണ്, അള്ളാഹ് നിശ്ചയിച്ച പ്രതിനിധിയാണ്, അള്ളാഹുവിന്റെ പ്രതിനിധി, ഇല്ലേ? മമ്പർത്ത് പോയി നോക്കി നിങ്ങൾ പല സൈസ് ആൾക്കാരുണ്ടാവും. നമ്മൾ വെറുതെ ഓലെ ബജാല കൂടാൻ നിന്നതാണ്. നമ്മക്കിങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ മതിയല്ലോ എന്തെങ്കിലും കാട്ടാൻ, അല്ലേ? അല്ലാഹു റബ്ബി. ഒരാൾക്ക് ഒരു മുണ്ടുകൊണ്ട് തലയിൽ കെട്ടി, വേറൊരു മുണ്ട് തലയിൽ കെട്ടണ മേലെ ചിറ്റിയേക്കുക, വേറൊരു മുണ്ട് തോളിൽ കൂടെ അങ്ങനെ വിരിച്ചേക്കുക. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല അയാൾക്ക് പെരയും കൂടി ഉണ്ടാവില്ല, അയലില്ലായിട്ടാണ് ഇങ്ങനെ ഒന്നായിട്ട് തലയിൽ കൊണ്ട് നടക്കുന്നത്. അയലുള്ളവർക്ക് ഇത് അവിടെ കൊളത്തി വെച്ചാൽ പോരെ ഒന്ന്, അല്ലേ? 10 വിരലുണ്ട്, 10 വിരലും ഒരു മോതിരം. അപ്പം മനസ്സിലായി ഇയാൾക്കൊരു മേശയും കസേരയൊന്നും ഇല്ലാത്ത ആളാണ്, അല്ലാതെ അയാൾ ഔലിയാന്ന് മനസ്സിലായപ്പോൾ കൊണ്ട് 10 മോതിരം ഒരാക്കണത്. ഇത് ഊരിയൊക്കെ ഒരു സ്ഥലമില്ലായിട്ടേക്കാരം 10 കുട്ടി നടക്കണത്, അല്ലാതെ 10 മോതിരം ഇട്ടത് ഔലിയാൻ്റെ അടയാളാണ്. പിന്നെ ഓൻ അത് പറഞ്ഞിട്ട് ശരിയായി, ഇത് പറഞ്ഞിട്ട് ശരിയായി, അത് മാത്രമാണ് ശരിയാകല്. അള്ളാഹു വിലായത്തിന്റെ മർത്തബ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് 5 വഖത്തെ നിസ്കാരം, അതിന്റെ സുന്നത്ത്, അങ്ങനത്തെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ദീനിന്റെ അഹ്കാമുകൾ, ദീനിന്റെ ഫറള്, ദീനിന്റെ വുജൂബ്, ദീനിന്റെ സുന്നത്ത്, ദീനിന്റെ ഖറാഅത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നിലക്ക് ജീവിക്കാൻ തൗഫീഖ് കിട്ടുക. അതാണ് വിലായത്തിന്റെ ഏറ്റവും വലിയ പദവി. അതാണ് ഏറ്റവും വലിയ വിലായത്തിന്റെ പദവി. നമ്മളെ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ വലിയപ്പ ആരായിരിക്കും? ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അല്ലേ? ഒരു കറാഹത്തുള്ള ജീവിതമല്ല, ഒരു സുന്നത്ത് എടുക്കാത്തതില്ല, ഒരാളെ പറ്റി ഗീബത്തും നമീമത്തും ഇല്ല, ഒരാളെ പറ്റി ഒരു വേണ്ടാത്തതില്ല, ജീവിതത്തിൽ ഇതുവരെ നാവുകൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല, ദർസ് നടക്കാത്ത ഒരൊറ്റ ദിവസമല്ല. പല ഉസ്താദന്മാർക്കും വെള്ളിയാഴ്ച ലീവാണ്, അല്ലേ? എല്ലാവർക്കും വ്യാഴാഴ്ച ഉച്ച വരെ ദർസ് നടത്തിയിട്ട് പിന്നെ ലീവാ. സുലൈമാൻ ഉസ്താദ് ഒതുക്കൽ യഹ്യാ ഉസ്താദിന് ഉച്ച വരെ ദർസ് നടത്തിയിട്ട് കുറച്ചേരം ഒന്ന് വിശ്രമിച്ച് കണ്ട് അസർക്കണ്ട് എത്തുമ്പോൾ എവിടേക്ക് കുണ്ടൂർ ഉസ്താദിൻ്റെ അവിടേക്ക്, അവിടെ ബുഖാരി ദർസാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുത്ത് വെള്ളിയാഴ്ച രാവിലെ അവിടുത്തെ നോക്കിയാൽ വലിയ വലിയ ആലിമ്യങ്ങൾ വരും. പ്രധാനപ്പെട്ട ചില കിതാബുകൾ ബർക്കത്തിന് വേണ്ടി ദർസ് നടത്തി കൊടുക്കാൻ വെള്ളിയാഴ്ചയും ദർസ. ജീവിതത്തിൽ ഒരു കറാഹത്ത്, അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് നാവുകൊണ്ട് പറയാത്ത ഒരു മഹാമനീഷി
അതല്ലേ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്. ഇനി വിലായത്തിന് നിങ്ങൾ എവിടെ തെരഞ്ഞെടുക്കണത്? അള്ളാഹു എന്ന് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, യാ റബ്ബ് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. സുബ്ഹാന ജല്ല ജലാലു. എന്തൊക്കെ ഖൈറുകളാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ. ഓർത്തു നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ എന്തൊക്കെ ഖൈറാണ് ജീവിതത്തിൽ. ബഹുമാനപ്പെട്ട ഉസ്താദ് മുഖേന കിട്ടുന്ന ഖൈറുകൾ എന്തൊക്കെയാണ്. ഒരൊറ്റ ദിവസം എത്ര സ്വലാത്താണ് ചൊല്ലിപ്പിക്കുന്നത്. രാവിലെ സുബഹി നിസ്കരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസിനങ്ങോട്ട് ഇരുന്നാൽ ബുഖാരി ദർസ് ആരംഭിക്കാൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി. അതാണ് പറയുമ്പോഴേക്ക് ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങൾ സ്വല്ലല്ലാഹു. അങ്ങനെ എത്ര സ്വലാത്താണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് സ്വലാത്ത് അള്ളാഹു റസൂലിന്റെ ഹദറത്തിലേക്ക് എത്തിക്കുന്ന മഹാഭാഗ്യവാൻ. അല്ലാഹു റബ്ബി നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് പറയുന്നത്, നമ്മുടെ ഹയാത്ത് കാലത്ത് ഒരു ദിവസം അധികം കിട്ടിയോ അതനുസരിച്ച് ഖൈറ് വേണം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. ബായാർ തങ്ങളുപ്പാപ്പ ഈ മജ്ലിസ് കാത്തിരുന്ന ആളാണ്. ഈ മജ്ലിസിൽ വർഷങ്ങളായി ഉപ്പാപ്പ വരും, നമുക്ക് ദുആ ചെയ്തു തരും. അൽഹംദുലില്ലാഹ്. ഈ വർഷവും ബഹുമാനപ്പെട്ടവരുടെ സാന്നിധ്യം നമുക്ക് വല്ലാത്ത ഒരു അനുഗ്രഹമായി. ഈ മിഅ്റാജ് രാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവർക്ക് എല്ലാവിധ ഖൈറും നീ കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ സന്തോഷം നീ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. സയ്യിദന്മാരും ആലിമീങ്ങളും അവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഇതുപോലത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമുക്കത് എത്രയോ വലിയ സമ്പാദ്യമാണ്. അൽഹംദുലില്ലാഹ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത്, നമ്മുടെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു ദിവസം ഇതൊക്കെ നമുക്ക് സമ്പാദ്യമാവണം. നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ പിന്നെ നീ കൈ കാണിക്കേണ്ടി വരും. മക്കളില്ലാത്ത ഒരു വലിയ മുതലാളി നമ്മുടെ നാട്ടില്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മക്കളും അനുജന്റെ മക്കളും മൂപ്പരപ്പം വല്ലാതെ സന്തോഷ ഖിദ്മത്ത് ചെയ്ത് കൂടി. മൂപ്പർക്ക് ഇങ്ങനെ പ്രായമായപ്പോൾ പക്ഷെ കൊടുക്കണമെങ്കിൽ ഞാൻ ആരോട് ചോദിക്കണം? എളാപ്പാന്റെ മക്കളോട് ചോദിക്കണം, മൂത്താപ്പാന്റെ മക്കളോട് ചോദിക്കണം. സ്വത്തൊക്കെ ഓരോ പേരിൽ എഴുതി വെച്ചു. ഇപ്പൊ ഇദ്ദേഹം അയാള് അവസാനം മരിക്കുമ്പോൾ വല്ലാതെ കഷ്ടപ്പെട്ടാണ് മരിച്ചത്. ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് സമ്പാദ്യം വേണം, കൃഷി ചെയ്യണം, കച്ചവടം ചെയ്യണം, തൊഴിൽ ചെയ്യണം. എന്താണോ നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നത് അത് ചെയ്തുകൊണ്ട് ജീവിക്കണം. ഒരാളും കിട്ടിയ ആയുഷ്കാലത്തെ വെറുതെ കളയരുത്. പല ആൾക്കാരും എനിക്കിപ്പോ പണിയൊന്നുമില്ല, ആര് പറഞ്ഞ പണിയില്ലാതെ എടുക്കായിട്ടല്ലേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ അവിടെ കയറി ഇറങ്ങി അവിടെ ചോദിച്ചു, ഇവിടെ കയറി ഇറങ്ങി അവിടെ ചോദിച്ചു, ഇങ്ങനെ യാചിച്ച് നടക്കുന്നത് കണ്ടു. യാചകനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ വിളിച്ചു, നിന്റെ വീട്ടിൽ എന്താണ് സാമഗ്രികൾ ഉള്ളത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല അയാളെ വീട്ടിൽ അത്യാവശ്യമായ ഉപകരണങ്ങൾ എന്തോ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നത്? അയാൾക്ക് പുതക്കാനുള്ള പുതപ്പ് അതുപോലത്തെ അതാ കൊണ്ടുവന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇത് വിൽപ്പനയ്ക്ക് വെക്കാണ്. ഇതാർക്കാണ് വേണ്ടത്? ഒരാൾ വില പറഞ്ഞു. ഇതിന് അധികമായിരിക്കാ വേണ്ടത്? രണ്ടാള് വില പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് 2 ദിർഹമിന് അല്ലെങ്കിൽ 4 ദിർഹമിന് അത് വിറ്റു. വിറ്റിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിന്റെ പകുതിക്ക് നീ അങ്ങാടിയിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ബാക്കി പകുതിക്ക് നീ ഒരു ആയുധം വാങ്ങിയിട്ട്, നമ്മുടെ ഭാഷയിൽ ഒരു മഴുവോ ഒരു കൊടാലിയോ കത്തിയോ ഒരു ആയുധം വാങ്ങിയിട്ട് നീ മലയിൽ പോയിട്ട് വിറക് വെട്ടിയിട്ട് വിറ്റ് ജീവിച്ചോ. ഒരാഴ്ച നിന്നെ ഇവിടെ കാണാൻ പാടില്ല. അയാളൊരു കോടാലി വാങ്ങി, അദ്ദേഹം അല്ലെങ്കിൽ ഒരു മഴു വാങ്ങിയിട്ട് അല്ലാഹു റബ്ബി അദ്ദേഹം മല കയറി വിറക് വിറ്റു. അങ്ങാടിയിൽ കൊണ്ടിട്ട് വിറക് വെട്ടി വിറ്റു. രണ്ടാമത്തെ ദിവസം വിറക് വെട്ടി വിറ്റു. ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരികയാണ്. എങ്ങനെയാ വരുന്നത്?
എങ്ങനെയാ വരുന്നത്? 2 കീസിൽ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഗൾഫുകാർ വരുന്നുണ്ടല്ലോ, വലിയ ലഗേജും ചെറിയ ലഗേജും കൂടി. അപ്പോഴാണ് പെണ്ണുങ്ങളെ നോക്കല് നമ്മളെ, അല്ലേ? അന്തം വിട്ടുങ്ങാട് ഇങ്ങനെ വന്നാൽ ആര് നോക്കാനാ? ഞാനൊക്കെ ഗൾഫിൽ പോയി വരുമ്പോൾ ഒന്നുമില്ലെങ്കിലും മറ്റേ ഡ്യൂട്ടി ഫ്രീ ഉണ്ടല്ലോ, ആ ഡ്യൂട്ടി ഫ്രീന്ന് 2 സാധനം വാങ്ങും. സാധനം ചെറുത് വാങ്ങിയിട്ട് കവർ 4 ഏറെ വാങ്ങും. എന്നിട്ട് ആ കൊണ്ടോട്ടി ഇറങ്ങിങ്ങാനാണ് പോകുമ്പോൾ അവിടുന്ന് എവിടുന്നെങ്കിലും കുറച്ച് സാധനം വാങ്ങി ഈ ഡ്യൂട്ടി ഫ്രീൻ്റെ കീസിൽ നിറച്ചിട്ട് ഇങ്ങനെ ചെന്നാൽ പെണ്ണുങ്ങളെ ചിരി ഇങ്ങനെ കണ്ടാൽ എന്താ അല്ലാഹു റബ്ബി, മനസ്സിലായോ? പെണ്ണുങ്ങളും പെങ്ങളും ഒക്കെ അങ്ങനെയാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ ചെന്നാൽ അളിയാക്ക പെരീക്ക് വരുമ്പോൾ കുട്ടികൾ അളിയാക്കാനാ മടിച്ചല്ലോ. ഒരു മുട്ടായി ഇല്ലെങ്കിൽ റബ്ബർ പന്ത് അടിച്ച മാതിരി കേൾക്കാൻ വരും. പിന്നെ കുട്ടികളെ പോലെയൊക്കെ പോണത് വരെ നോക്കിയാൽ കാണൂല. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഒരു സംഗതി ഉണ്ട് എല്ലാത്തിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം 2 കീസിയേറ്റ് ഇങ്ങനെ വരുന്നേ, അല്ലാഹു റബ്ബി. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഞാൻ വിറക് വെട്ടി വിറ്റു, സമ്പാദ്യം കിട്ടി, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, എൻ്റെ കയ്യിൽ ദിർഹം ബാക്കിയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഉടനെ വിളിച്ചു, ഇദ്ദേഹത്തിന്റെ വീട്ടു സാധനങ്ങൾ വിൽപ്പന നടത്തിയാലോ? ആരാണത് വിറ്റിരുന്നത്, ആരാ വാങ്ങിയത്? അവരത് തിരിച്ച് വിൽപ്പന നടത്തുന്നോന്ന് ചോദിച്ചു. അല്ലാഹു റബ്ബി, അയാളെ കയ്യിലുള്ള പണം കൊടുത്തിട്ട് ആ വിറ്റ സാധനം തിരിച്ചു വാങ്ങി. അയാളെ വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? വിറ്റ സാധനം തിരിച്ചു വാങ്ങിയിട്ടുണ്ട്, അതിന്റെ പുറമെ 2 കീസ നിറച്ച് സാധനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് ആ എരന്ന് നടക്കലാണോ നല്ലത്, ഇപ്പോഴാണോ സമാധാനം കിട്ടിയത് എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ കൈ കാണിക്കേണ്ടവരാക്കി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദി സുഫ്ലാ. വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത് കൊടുക്കണ കൈയാണ്. വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത് കൊടുക്കണ കൈയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഴുവനും കൊടുക്കുന്ന കൈയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഴുവനും നിങ്ങൾ നോക്കി, പുത്തമ്പള്ളിയിൽ മറവെട്ട് കിടക്കുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ പോലത്തെ ഒരു മുതലാളി മലപ്പുറം ജില്ലയിലുണ്ടോ? ഉണ്ടാ? ഇപ്പോഴും പുത്തമ്പള്ളിയിൽ നിങ്ങൾ പോയി നോക്കി, അതിന്റെ പരിസരത്തെ 40 മഹല്ലുകളിലേക്ക് അരി കൊടുക്കുന്നത് പുത്തമ്പള്ളി കിട്ടിയ അരിയാണ്, അല്ലേ? മമ്പർത്തപ്പാപ്പാനെ പോലത്തെ ഒരു മുതലാളി ഇവിടെ വേറെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? മടവൂർ ഷേഖുനായ പോലത്തെ ഒരു മുതലാളി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളത് പോയി വെക്കാണി. മടവൂർ ഷേഖുനായുടെ പേര് AP ഉസ്താദിന്റെ കെയറോപ്പുള്ള കോളേജ്, EK ഉസ്താദിന്റെ കെയറോപ്പുള്ള കോളേജ്, അല്ലേ? അള്ളാഹു തആല 2 ഉസ്താദുമാരെ 2 ടീമാക്കി മത്സരിപ്പിച്ചു. എന്തിന്? സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കാനാണ് മത്സരം ഉണ്ടായത്. ഫുട്ബോൾ കളിക്കുമ്പോൾ 2 ടീമുണ്ടെങ്കിലേ കളി ഉഷാറുള്ളൂ. അല്ലാതെ ഒരു കൂട്ടർ അള്ളാഹു തആലക്ക് അറിയില്ല ഇവിടുത്തെ രീതി എന്താ വേണ്ടത്. സുന്നത്തി ജമാഅത്താകുന്ന ഒരു പന്തിനെ അള്ളാഹു തആല 2 ടീമാക്കി. EK ഉസ്താദ് ഒരു ഭാഗത്ത്, AP ഉസ്താദ് ഒരു ഭാഗത്ത്. നമ്മളൊക്കെ ഏത് ടീം ചേർന്നു? AP ഉസ്താദിന്റെ ടീം ചേർന്നു, മറ്റൊരു EK ഉസ്താദിന്റെ ടീം ചേർന്നു. 2 കൂട്ടരും കളിച്ചു, അൽഹംദുലില്ലാഹ്. പിന്നെ കളിയിൽ ചിലപ്പോൾ എന്താവുന്നറിയോ? കളി അറിയാത്ത ആൾക്കാർ കാലിന് വെള്ളിയൊക്കെ നിൽക്കും തള്ളിയിടാനേ. അത് കളി അറിയാത്തവരറിയാം. കളി അറിയാത്തവര് ഉന്താൻ നിൽക്കും, കാല് വെള്ളിച്ച് കാണി തള്ളിടാൻ നോക്കും. കളിക്കാൻ അറിയണോ? കളിച്ചു. ഏൽപ്പിക്കാനാണ് കളിച്ചു. കളിച്ചിട്ട് ഗോൾ ഇങ്ങനെ അടിച്ചിട്ട് പണ്ട് ഇയാൾ പറഞ്ഞ മാതിരി അടിയാണ്ട് കൂടിയിട്ട് പൊരിഞ്ഞ തല്ല് പറഞ്ഞാൽ ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ട്, ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ട്, ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ട്, ഒക്കെ ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ എന്ന മാതിരി അൽഹംദുലില്ലാഹ് 2 ഉസ്താദന്മാർക്കും അള്ളാഹു ഖൈറ് കൊടുക്കട്ടെ. ഓല് ഈ മത്സരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ഈ സംഗതിയൊക്കെ ഉണ്ടാകുമോ? അള്ളാഹു തആല ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതിന് വേറെ ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. ഇതൊക്കെ AP ഉസ്താദിന്റെ ആൾക്കാർ 2 കുട്ടികളെ കെട്ടിച്ചു. അപ്പൊ മറ്റേ ആൾക്കാർ 5 കുട്ടികളെ കെട്ടിച്ചു. അപ്പൊ AP ഉസ്താദിന്റെ ആൾക്കാർ ഉണർന്ന് പിറ്റേത്തെ പറഞ്ഞ 10 കുട്ടികളെ കെട്ടിച്ചു. അൽഹംദുലില്ലാഹ് ആ മഹല്ലത്തിന് 15 കുട്ടികളെ പുതിയാപ്പിളാരെ കിട്ടിയല്ലേ, അതിനെ ഗ്രൂപ്പായത്. ഇതിലൊക്കെ ഖൈറ് ആലോചിച്ച, അല്ലാതെ അതിന്റെ വേറെന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ബേജാറായി കുത്തിരിക്കല്ല. എത്ര ഖൈറുണ്ടായി. ഒരു കൂട്ടർ മദ്രസ ഉണ്ടാക്കി 1 നില, അപ്പൊ മറ്റൊരുണ്ടാക്കി 2 നില. നാട്ടിലിപ്പോ 2 മദ്രസ ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ്, അല്ലേ? വലിയ ഖൈറുണ്ട്. ഞാൻ അവിടെ നിലമ്പൂരാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലം അങ്ങക്ക് അറിയാലോ. എന്നാലും 9:30 ഉണ്ട് ഒരു ആന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് രാവിലെ. ഞാൻ നാളെ ഒരു വയലിൽ തന്നെ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആനയൊക്കെ പണ്ട് തഹജ്ജുദിന്റെ സമയത്ത് പുറപ്പെട്ട് സുബഹിയാകുമ്പോൾ തിരിച്ചു പോകല. ഇപ്പൊ ആനയൊക്കെ സമയം മാറ്റി. ഇങ്ങനെ തന്നെയാണെങ്കിൽ ആന നമ്മളവിടെ ജുമാക്ക് കൂടണ മട്ടാണ്. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, ഗതിയേറുന്നതൊക്കെ ഞങ്ങളല്ലേ.
നിങ്ങളെ ചിരി എന്താ ഉഷാറ്. അല്ലാഹു റബ്ബി, പടച്ചോൻ നമുക്ക് ഖൈറ് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് വെറുതെ ഇരിക്കാൻ പാടില്ല. എന്താണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്തുകൊണ്ടിരിക്കണം. രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കട തുറക്കാൻ പോകാൻ, ഒരു പീടിയിൽ പോകാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഒരു ജോലിയൊക്കെ ചെയ്തൊരു വ്യായാമം, ഒരു ആശ്വാസം, ഒരു സന്തോഷം. ഒരു വയസ്സായ വല്യപ്പാക്ക് മൂപ്പരെ കയ്യിൽ കിട്ടുന്ന ഒരു 10 റുപ്യ, അതിൻ്റെ ഒരു ഉഷാറ് വേറെ തന്നെയല്ലേ. അൽ യദുൽ ഉല്യാ, മുകളിലുള്ള കൈ ഖൈറും മിൻ യദി സുഫ്ലാ, വാങ്ങണ കയ്യിനേക്കാൾ കൊടുക്കണ കൈയാണ് വേണ്ടത്. സാധുക്കൾ മനുഷ്യന്മാരോടൊക്കെ ഞാൻ പറയാം, ഈ കൊല്ലം ഒരാളെ നമുക്ക് സക്കാത്ത് തന്നു, ഈ കൊല്ലം ഒരാളെ നമുക്ക് സക്കാത്ത് തന്നു എന്നാൽ നമ്മളെന്താവും, ആ സക്കാത്ത് തന്ന ആളെ നമ്മൾ അടയാളപ്പെടുത്തി പോരും, അടുത്ത കൊല്ലം നേർത്തെ വരണം എന്നുള്ള നിലക്ക്. അങ്ങനെ തന്നെയല്ലേ പതിവ്. ഈ കൊല്ലം നമുക്കൊരാൾ സക്കാത്ത് ഒരു 1000 റുപ്യ സക്കാത്ത് തന്നാൽ നമ്മൾ ഓനെ അടയാളപ്പെടുത്തി പോരും, അടുത്ത കൊല്ലം ഈ കൊല്ലം തന്നെ 1000 കിട്ടിയതുള്ളൂ, അത് നോലുമ്പോൾ അവസാനമായതുകൊണ്ടാണ്, അടുത്ത കൊല്ലം ഇയാൾ എത്തിക്കൊരു ബദിരീങ്ങളാണ്ടാവുമ്പോഴത്തേന് വരണം, അടയാളപ്പെടുത്തി പോരാൻ. ഇങ്ങനെ അടയാളം വെച്ച് പോരുന്ന ആളുണ്ടല്ലോ, എന്നും സക്കാത്ത് വാങ്ങിങ്ങോണ്ട് നടക്കണ ആളെ ആവുള്ളൂ. ഈ കൊല്ലം ഒരാൾ സക്കാത്ത് തരുമ്പോൾ നമ്മൾ ദ്വാർക്കണം പടച്ചോനോട്, പടച്ചോനെ ഈ കൊല്ലം ഞാൻ ഇയാൾ സക്കാത്ത് വാങ്ങേണ്ട ഫക്കീറായി പോയി, അടുത്ത കൊല്ലാകുമ്പോഴേക്ക് ഈ സക്കാത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് എന്നെ നീ മാറ്റിത്തരണേ, അടുത്ത കൊല്ലം സക്കാത്ത് വാങ്ങാത്ത ആളാക്കണേ. പിറ്റേത്തെ കൊല്ലം അയാൾ ദ്വാർക്കണം, പടച്ചോനെ ഞാൻ കുറെ കാലം സക്കാത്ത് വാങ്ങിയ ആളാണ്, എനിക്ക് സക്കാത്ത് കൊടുക്കാനുള്ള തൗഫീഖ് തരണേ. അല്ലാതെ സക്കാത്ത് തന്ന ആളെ അടയാളപ്പെടുത്തി പോരല്ല. പരിവർത്തിക്കണം, ജീവിതത്തെ നമ്മൾ പരിവർത്തിക്കണം. ഓരോ ദിവസം കഴിയുമ്പോൾ പരിവർത്തനം വേണം. നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യം ഹാജാത്തങ്ങൾ നോക്കൂ നിങ്ങൾ, എന്തെല്ലാം സമ്പാദ്യമാണ്. അജ്മീർ ഹാജാത്തങ്ങൾ അവിടെ പോയി നോക്ക് നിങ്ങൾ. ലോകത്തിന്റെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തങ്ങന്മാർ വരുന്നു, ആലിമീങ്ങൾ വരുന്നു, ഭരണാധികാരികൾ വരുന്നു, ഉമറാക്കൾ വരുന്നു, സാധാരണക്കാർ വരുന്നു, കണ്ണു കാണാത്തവർ വരുന്നു, കാലുകൊണ്ട് നടക്കാൻ വയ്യാത്തവർ വരുന്നു, വിധവകൾ വരുന്നു, ഭാര്യ ഭർത്താക്കന്മാർ വരുന്നു, നവദമ്പതികൾ വരുന്നു. സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ടോ അവരൊക്കെ ഹാജാത്തങ്ങളെ വരുത്തുന്നു. എന്തുകൊണ്ട്? അന്ത സുൽത്താനുൽ ഹിന്ദി വലിയുഹാ, ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ്. ആ രക്ഷാധികാരിയും ഭരണാധികാരിയുമായ മഹാനവറുകളുടെ ഹദറത്തിൽ എല്ലാവരും വരികയാണ് അല്ലേ. എല്ലാവർക്കും കൊടുക്കാണ് ഹാജാത്തങ്ങൾ, എല്ലാവർക്കും കൊടുക്കാണ്. അല്ലാഹു റബ്ബി, എല്ലാവർക്കും കൊടുക്കാണ് അല്ലേ. നിങ്ങൾ എന്താ ആവശ്യപ്പെട്ടത് അതല്ലേ തരല്ലേ. രോഗം മാറാൻ പാടി പോണവരുണ്ട്, കുട്ടനെ കെട്ടിച്ചാ ഉദ്ദേശം വെച്ച് പോണവരുണ്ട്, അല്ലാഹു റബ്ബി കടം വീടാൻ ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട്, ഒരു സിഹറുണ്ട് അത് ബാത്തിലാകാൻ ഉദ്ദേശിച്ച് പോണവരുണ്ട്, ഒരു കണ്ണേറുണ്ട് അത് ഒഴിവാക്കാൻ പോണവരുണ്ട്. ഏതെല്ലാം ഉദ്ദേശം വെച്ച് പോണ ഓൽക്കൊക്കെ കൊടുക്കാണ് ഹാജാത്തങ്ങൾ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യങ്ങൾ, ചിലരൊക്കെ ഹാജാത്തങ്ങൾ അവിടെ പോയി കണ്ട് അവിടുത്തെ കുറ്റവും കുറവും കണ്ടെത്തി പറഞ്ഞു നടക്കണാണ് അവിടെ അല്ലേ. അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇജ്ജ് അവിടെ നന്നാക്കാൻ പോയതോ അതോ ഇജ്ജ് നന്നാക്കാൻ പോയതോ? എന്തിനു പോയതേനി? ഡോക്ടറെ രോഗം പരിശോധിക്കാൻ പോയതാ അതോ എൻ്റെ രോഗം മാറാനാ? ഏതിനു പോയതാ? ഹാജാത്തങ്ങൾ അള്ളാന്റെ പ്രതിനിധിയാണ്. അള്ളാഹു തആല ഭൂമിയിൽ കണ്ടിരിക്കുന്ന രീതി എന്താ? കള്ളുടിക്കണവനും ഭക്ഷണം കൊടുക്കും, ചീട്ടെടുക്കണവനും ഭക്ഷണം കൊടുക്കും, വ്യഭിചാരിക്കും ഭക്ഷണം കൊടുക്കും, എല്ലാവർക്കും വായു, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വെള്ളം, എല്ലാവരോടും കൃപ. അതാണ് അള്ളാഹു തആല. ആ അള്ളാഹിന്റെ പ്രതിനിധിയാണ് ഹാജാത്തങ്ങൾ. അപ്പൊ ഹാജാത്തങ്ങൾ എത്തി എന്നാൽ ചെല്ലുന്നവർക്കൊക്കെ അവിടെ സ്വീകാര്യതയാണ്. എന്തുകൊണ്ട്? ഇത് ഭരണാധികാരിയാണ്, ഇത് രക്ഷാധികാരിയാണ്, അള്ളാഹ് നിശ്ചയിച്ച പ്രതിനിധിയാണ്, അള്ളാഹുവിന്റെ പ്രതിനിധി ഇല്ലേ. മമ്പർത്ത് പോയി നോക്കി നിങ്ങൾ പല സൈസ് ആൾക്കാരുണ്ടാവും. നമ്മൾ വെറുതെ ഓലെ ബജാല കൂടാൻ നിന്നതാണ്. നമ്മൾക്ക് ഇങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ മതിയല്ലോ എന്തെങ്കിലും കാട്ടാൻ അല്ലേ. അല്ലാഹു റബ്ബി, ഒരാൾക്ക് ഒരു മുണ്ടുകൊണ്ട് തലയിൽ കെട്ടി, വേറൊരു മുണ്ട് തലയിൽ കെട്ടണ മേലെ ചിറ്റിയേക്കുക, വേറൊരു മുണ്ട് തോളിൽ കൂടെ അങ്ങനെ വിരിച്ചേക്കുക. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല അയാൾക്ക് പെരയും കൂടി ഉണ്ടാവില്ല. അയലില്ലായിട്ടാണ് ഇങ്ങനെ ഒന്നായിട്ട് തടി കൊണ്ട് നടക്കുന്നത്. അയലുള്ളവർക്ക് ഇത് അവിടെ കൊളുത്തി വെച്ചാൽ പോരെ ഒന്ന് അല്ലേ. 10 വിരലുണ്ട്, 10 വിരലും ഒരു മോതിരം. അപ്പം മനസ്സിലായി ഇയാൾക്കൊരു മേശയും കസേരയൊന്നും ഇല്ലാത്ത ആളാണ്.
അല്ലാതെ അയാൾ ഔലിയ എന്ന് മനസ്സിലായപ്പോൾ കൊണ്ട് 10 മോതിരം ഒരാക്കേണ്ടത് ഊരിയൊക്കെ ഒരു സ്ഥലമില്ലായിട്ടേക്കാരം 10 കുട്ടി നടക്കണത്. അല്ലാതെ 10 മോതിരം ഇട്ടത് ഔലിയാൻ്റെ അടയാളാണ്. പിന്നെ ഓൻ അത് പറഞ്ഞിട്ട് ശരിയായി, ഇത് പറഞ്ഞിട്ട് ശരിയായി. അത് മാത്രമാണ് ശരിയാകല്. അള്ളാഹു വിലായത്തിന്റെ മർത്തബ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് 5 വഖത്ത് നിസ്കാരം, അതിന്റെ സുന്നത്ത്, അങ്ങനത്തെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ദീനിന്റെ അഹ്കാമുകൾ, ദീനിന്റെ ഫറള്, ദീനിന്റെ ഉജൂബ്, ദീനിന്റെ സുന്നത്ത്, ദീനിന്റെ കറാഅത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നിലക്ക് ജീവിക്കാൻ തൗഫീഖ് കിട്ടുക. അതാണ് വിലായത്തിന്റെ ഏറ്റവും വലിയ പദവി. അതാണ് ഏറ്റവും വലിയ വിലായത്തിന്റെ പദവി. നമ്മളെ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ വലിയപ്പ ആരായിരിക്കും? ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ റഈസുൽ ഉലമാ സുലൈമാ ഉസ്താദ്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലേ? ഒരു കറാഹത്തുള്ള ജീവിതമല്ല, ഒരു സുന്നത്ത് എടുക്കാത്തതില്ല, ഒരാളെ പറ്റി ഗീബത്തും നമീമത്തും ഇല്ല, ഒരാളെ പറ്റി ഒരു വേണ്ടാത്തതില്ല. ജീവിതത്തിൽ ഇതുവരെ നാവുകൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല. ദർസ് നടക്കാത്ത ഒരൊറ്റ ദിവസമല്ല. പല ഉസ്താദന്മാർക്കും വെള്ളിയാഴ്ച ലീവാണ് അല്ലേ? എല്ലാവർക്കും വ്യാഴാഴ്ച ഉച്ച വരെ ദർസ് നടത്തിയിട്ട് പിന്നെ ലീവാ. സുലൈമാ ഉസ്താദ് ഒതുക്കൽ യഹ്യാ ഉസ്താദിന് ഉച്ച വരെ ദർസ് നടത്തിയിട്ട് കുറച്ചേരം ഒന്ന് വിശ്രമിച്ച് കണ്ട് അസർക്കണ്ട് എത്തുമ്പോൾ എവിടേക്ക് കുണ്ടൂർ ഉസ്താദിൻ്റെ അവിടേക്ക്, അവിടെ ബുഖാരി ദർസാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുത്ത് വെള്ളിയാഴ്ച രാവിലെ അവിടുത്തെ നോക്കിയാൽ വലിയ വലിയ ആലിമ്യങ്ങൾ വരും. പ്രധാനപ്പെട്ട ചില കിതാബുകൾ ബർക്കത്തിന് വേണ്ടി ദർസ് നടത്തി കൊടുക്കാൻ വെള്ളിയാഴ്ചയും ദർസ. ജീവിതത്തിൽ ഒരു കറാഹത്ത്, അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് നാവുകൊണ്ട് പറയാത്ത ഒരു മഹാമനീഷി, അതല്ലേ ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദ്. ഇനി വിലായത്തിന് നിങ്ങൾ എവിടെ തെരഞ്ഞെടുക്കണത്? അള്ളാഹു എന്ന് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, യാ റബ്ബ് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. സുബ്ഹാന ജല്ല ജലാലു. എന്തൊക്കെ ഖൈറുകളാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ. ഓർത്തു നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ എന്തൊക്കെ ഖൈറാണ് ജീവിതത്തിൽ. ബഹുമാനപ്പെട്ട ഉസ്താദ് മുഖേന കിട്ടുന്ന ഖൈറുകൾ എന്തൊക്കെയാണ്. ഒരൊറ്റ ദിവസം എത്ര സ്വലാത്താണ് ചൊല്ലിപ്പിക്കുന്നത്. രാവിലെ സുബഹി നിസ്കരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസിന് അങ്ങോട്ട് ഇരുന്നാൽ ബുഖാരി ദർസ് ആരംഭിക്കാൻ അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി. അതാണ് പറയുമ്പോഴേക്ക് ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ ആലിമീങ്ങൾ സ്വല്ലല്ലാഹു. അങ്ങനെ എത്ര സ്വലാത്താണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് സ്വലാത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് എത്തിക്കുന്ന മഹാഭാഗ്യവാൻ. അല്ലാഹു റബ്ബി നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളോട് പറയുന്നത്, നമ്മുടെ ഹയാത്ത് കാലത്ത് ഒരു ദിവസം അധികം കിട്ടിയോ അതനുസരിച്ച് ഖൈർ വേണം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. ബായാർ തങ്ങളുപ്പാപ്പ ഈ മജ്ലിസ് കാത്തിരുന്ന ആളാണ്. ഈ മജ്ലിസിൽ വർഷങ്ങളായി ഉപ്പാപ്പ വരും, നമുക്ക് ദുആ ചെയ്തു തരും. അൽഹംദുലില്ലാഹ്. ഈ വർഷവും ബഹുമാനപ്പെട്ടവരുടെ സാന്നിധ്യം നമുക്ക് വല്ലാത്ത ഒരു അനുഗ്രഹമായി. ഈ മിഅ്റാജ് രാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവർക്ക് എല്ലാവിധ ഖൈറും നീ കൊടുക്കണേ അല്ലാഹ്, എല്ലാവിധ സന്തോഷം നീ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. സയ്യിദന്മാരും ആലിമീങ്ങളും അവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഇതുപോലത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമുക്കത് എത്രയോ വലിയ സമ്പാദ്യമാണ്. അൽഹംദുലില്ലാഹ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത്, നമ്മുടെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു ദിവസം, ഇതൊക്കെ നമുക്ക് സമ്പാദ്യമാവണം. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ദുനിയാവിലേക്കും സമ്പാദ്യം, ആഖിറത്തിലേക്കും സമ്പാദ്യം. നമ്മുടെ സമ്പാദ്യം നമ്മൾ വർദ്ധിപ്പിക്കണം. ഒരു ദിവസം നമ്മളെ ഭൂമിയിൽ താമസിക്കുമ്പോൾ ആ ഒരു ദിവസം നമുക്ക് എന്താണ് സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുക? അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ആ സമ്പാദ്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ വർധനവ്, ദിക്റിന്റെ വർധനവ്, സ്വലാത്തിന്റെ വർധനവ്, അങ്ങനെ നമ്മുടെ ഓരോ വിഷയത്തിലും നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സമ്പാദ്യങ്ങളൊക്കെ ആഖിറത്തിലേക്ക് പറ്റിയതാണ്.
എല്ലാ സംഗതിയും ആഖിറത്തിലേക്ക് പറ്റിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് കണ്ടാലും നിന്റെ കയ്യിലുള്ള ചെടി നീ ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നീ ഖൈറ് ചെയ്യണേ. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പൊ ഒരു ദിവസം അധികം ജീവിക്കാൻ അള്ളാഹിനോട് ചോദിക്കുക, പടച്ചവനെ ആഫിയത്തുള്ള സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. തൊട്ടപ്പുറത്ത് മറ്റൊരു ഹദീസിൽ കാണാം സലുല്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് ഫിർദൗസ് ചോദിക്കണം. സ്വർഗത്തിലെ ടോപ്പ് പദവിയാണ് ഫിർദൗസ്. അപ്പൊ കണ്ടെങ്കിൽ ആഫിയത്തോടു കൂടെ ഭൂമിയിൽ ജീവിച്ചെങ്കിലേ ഫിർദൗസ് കിട്ടാനുള്ള ഇബാദത്ത് എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഫിർദൗസ് കിട്ടുന്ന ഇബാദത്ത് ഫി ജന്നത്തിൻ ആലിയ, ആ മേലെയായ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു റബ്ബി സുജൂദ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആഫിയത്തും വേണം, സ്വർഗവും വേണം. അങ്ങനെയുള്ള സമ്പാദ്യത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക. ആവർത്തിച്ചു വരുന്ന പുണ്യരാത്രികളും പുണ്യ ദിവസങ്ങളും അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അർഹമുർ റഹീമേ, നമ്മളെ തന്നല മാനുഹാജിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ച ഈ മജ്ലിസ്, ഇതിന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിൽ എത്തി, അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ഡേറ്റ് പറഞ്ഞപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസമായിപ്പോയത്. നമ്മുടെ സ്ഥാപനത്തിൽ കുട്ടികളും ഉസ്താദുമാരും ഒക്കെ ദിക്റും ദുആയൊക്കെ ആയിട്ട് ഇങ്ങനെ ബുറുദ മജ്ലിസും മറ്റ് ദിക്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചെന്നിട്ട് വേണം ദുആയൊക്കെ ചെയ്യാൻ. കൊറോണൻ്റെ മുമ്പ് വലിയ മിഅ്റാജ് സമ്മേളനം നമ്മുടെ മജ്മഅയിൽ നടത്തിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വന്ന് മിഅ്റാജ് സമ്മേളനം, ഈ കൊറോണയിൽ ഇതൊക്കെ ഇങ്ങോട്ട് അൽക്കുലത്തായല്ലോ. അതിൽ പിന്നെ രണ്ടാമതിന് തുടങ്ങി കൂട്ടി ആയിട്ടില്ല. കൊറോണയിൽ ചില സംഗതികളൊക്കെ അങ്ങനെ ഉണ്ട്. ചിലവരൊക്കെ കൊറോണയിൽ ജുമാ നിർത്തിയിട്ട് ഇപ്പോഴും നിൽക്കാനും തുടങ്ങാത്തവരുണ്ട്. അങ്ങനെയൊക്കെ പല സൈസുള്ള ആൾക്കാർ. അപ്പോൾ ഈ മിഅ്റാജ് സഭ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ ഏറ്റവും ശ്രേഷ്ഠമായി തോന്നുക ലൈലത്തുൽ ഖദ്റാണ്. ശരി തന്നെ, അത് നമുക്ക് ഉമ്മത്തികൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സന്തോഷമുള്ളത് അള്ളാനെ കണ്ട രാത്രി, അള്ളാഹുവിനെ നേരിൽ ഹബീബും വമഹബൂബുൻ വമാസമ്മ സാലിസൂ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും മാത്രം. ആ ഒരു രംഗം നബിതങ്ങൾക്ക് മാത്രം പ്രത്യേകത. അത് മിഅ്റാജ് രാവ. ആ മിഅ്റാജ് രാവിന് ശുക്രായിട്ട് എല്ലാ ലോകത്തും, ഞാനിപ്പോൾ ഇന്നലെ പിന്നെ ചെറുവണ്ണൂർ മമ്മദാജി തങ്ങൾ വടകര മമ്മദാജി പാപ്പ തങ്ങൾ ഓപ്പുണ്ടല്ലോ അവിടെയും. അപ്പം എന്താ, തങ്ങൾ പാപ്പാൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ സ്ഥാപിച്ചതാണ് ഒരു മിഅ്റാജ് സമ്മേളനം. ഇന്നലെ നടന്നത് 70ാമത്തെ സമ്മേളനമാണ്. 70ാം ആണ്ട്, മിഅ്റാജിന്റെ 70ാം ആണ്ട്. അപ്പോൾ ഉപ്പാപ്പ ഹയാത്ത് കാലത്ത്, വടകര മമ്മദാജി തങ്ങൾ പാപ്പ ഹയാത്ത് കാലത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് ആ പരിസരത്തുള്ള എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. ആലിമീങ്ങൾ 4-5 ദിവസം വയലു പറയാം, ദിക്ർ ചൊല്ലുക, ഭക്ഷണം കൊടുക്കുക. യാ റബ്ബ്, അള്ളാഹുവിന് മുത്തുനബിക്ക് കിട്ടിയ സന്തോഷത്തിൽ ഈ ഉമ്മത്തിന്റെ ശുക്ർ, ആ ശുക്ർ സാധുക്കളായ ഞമ്മക്കൊക്കെ ചെയ്യാൻ പറ്റിയ ശുക്ർ ഇന്ന് നമ്മൾ ഈ കാണുന്ന മാതിരി ദിക്റും ദുആയൊക്കെ നടത്തുക, നാളെ നോമ്പെടുക്കുക. നമ്മളെ ശുക്ർ അതാണ്. അള്ളാഹുവേ, ശുക്റുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ശുക്റുള്ള മനസ്സ് നൽകണേ അല്ലാ, ക്ഷമയുള്ള ശരീരം നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് പാപ്പാൻ്റെ ഒരു സമ്മതപ്രകാരം ഞാൻ വേഗം പോകും. സ്ഥാപനത്തിലെത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ഈ ദിവസത്തിലും ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ള നമ്മളോട് ഇങ്ങോട്ട് അടുക്കണ സമയമാണ്, നമ്മൾ അങ്ങോട്ട് കൂടുതൽ അടുക്കണം. അങ്ങനെ രക്ഷപ്പെടാൻ അള്ളാഹുവേ ഭാഗ്യം നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ. കുടുംബത്തെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ കൊണ്ട് കുടുംബത്തിനും ഇസ്സത്ത് നൽകണേ അല്ലാ. ഭാര്യ മക്കൾ കുടുംബത്തെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ കൊണ്ട് അവർക്കും ഐബത്തരം തരരുതേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ ശിഷ്യന്മാരെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ കൊണ്ട് അവർക്കും ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, മുഅ്മിനീങ്ങളായ ഇഖ്വാനീങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ കൊണ്ട് അവർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാ. നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. നിലത്ത് സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.
ഇൻഷാ അല്ലാഹ് ഇനി ഒന്നിനായ നൂറു സാദാത്ത് ബായാർ തങ്ങളുപ്പാപ്പ നമുക്ക് ദുആക്കും നസീഹത്തിനും നേതൃത്വം നൽകുകയാണ്. സയ്യിദ് അവർകളെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ പരിസരങ്ങളിൽ എല്ലാ ആത്മീയ മജ്ലിസുകൾക്കും ഇവിടെ തന്നെ നമുക്ക് ഇവിടെ മഖാമുൽ ഉറൂസ് ആണെങ്കിലും ഈ അജ്മീർ ഉറൂസ് ആണെങ്കിലും ഒക്കെ സയ്യിദ് അവർകൾ ഇല്ലാത്തൊരു പരിപാടി തന്നെ ഇവിടെ ഉണ്ടാവാറില്ല എന്ന് പറയാം. അല്ലാഹു തആല ഈ സാദാത്യങ്ങളെ തണല് നമുക്ക് ദീർഘകാലം നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെ പ്രിയങ്കരനായ മാനു ഹാജി, അവരുടെ ജീവിതത്തിലെ വലിയൊരു ആവേശമായിരുന്നു ഈ ഉറൂസ്, ഖാജാ തങ്ങളെ ഉറൂസ്. അല്ലാഹു ഈ മജ്ലിസിന്റെ സന്തോഷം അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൽ അവരെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മനുഹാജിയെ സംബന്ധിച്ച് ഇവിടെ ദീർഘമായി പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ബോധ്യമാണ്. ഇൻഷാ അല്ലാഹ് സയ്യിദ് അവർകളെ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകുന്നു. ഒരുപാട് ആളുകൾ ദുആർക്കാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മാംസം നൽകിയവര്, മറ്റു പത്തിരി കൊണ്ടുവന്നവര്, പൊറോട്ട നൽകിയവര്, മറ്റു സാമ്പത്തിക ശാരീരിക സഹായങ്ങൾ പ്രവർത്തിച്ചവര്, പല ജാതി കാര്യങ്ങൾ, മൂത്രത്തിന്റെ അസുഖം, മൂത്രം നിൽക്കാതെ പോകുന്നത് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞത്, ക്യാൻസർ രോഗികൾ, അതുപോലെ ട്യൂമർ, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, വാൾവിൻ്റെത്, അങ്ങനെ തുടങ്ങിയിട്ട് പല ജാതി രോഗങ്ങളും, അതുപോലെ വീടിന്റെ നിർമ്മാണങ്ങൾ, കടങ്ങൾ വീടിക്കിട്ടാൻ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഓരോന്ന് ഓർമ്മയുള്ളതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. വിദേശയാത്ര എടുത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് മക്കൾ നന്നായി കിട്ടാൻ വേണ്ടി പരീക്ഷകൾ നടക്കാൻ പോവുകയാണ്. പരീക്ഷകളിൽ ഉന്നത വിജയത്തിനു വേണ്ടി ഇങ്ങനെ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി വന്നരായ സയ്യിദ് അവർകൾ ദുആ ചെയ്യും. അല്ലാഹു തആല സയ്യിദ് അവർകൾക്കും നമ്മുടെ മറ്റു സാദാത്യങ്ങൾക്കും ബഹുമാനപ്പെട്ട കുറ്റമ്പാറ ഉസ്താദ് നമുക്ക് അൽഹംദുലില്ലാ നല്ല നസീഹത്ത് നൽകി എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമുക്കെല്ലാവർക്കും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ഏറ്റി തരുമാറാവട്ടെ. ഇവിടെ ഈ സ്ഥലം നമുക്ക് എപ്പോഴും അനുവദിക്കുന്ന നമ്മുടെ ഉമർ ഹാജി കുടുംബം അല്ലാഹു അവർക്കും വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ഭക്ഷണം പാക്ക് ചെയ്യാനും മറ്റൊക്കെ വളണ്ടിയർമാര്, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി വന്യരായ സയ്യിദ് അവർകൾ ദുആ ചെയ്യണമെന്ന് മാത്രം വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് സയ്യിദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وسيلتنا أدركنا. فمبلغ العلم فيه أنه بشر